അല്ല ചന്ദ്രേട്ടാ, നിങ്ങൾ എന്നെ ഇതേടെ കൊണ്ടുപോകുന്നു ശബരിമലക്കാ? കാരാടിഞ്ഞ അത്ര പോലത്തെ എനിക്ക് പെണ്ണിനെയും പോണോ, ഇനി വഴിയും ഞാൻ ഉണ്ടാക്കി തരാൻ കഴിയും എനിക്ക്. വാ നീ വാ. ഇവിടെ ആളെയൊന്നും കാണുന്നില്ല വിജൂട്ടാ. ബെല്ലടിച്ച് നോക്കാം അല്ലേ? ആരാ? ഞാൻ ബ്രോക്കർ ചന്ദ്രൻ. സുശീലന്റെ വീട് തന്നെയല്ലേ ഇത്? ഇന്നലെ വിളിച്ചിനല്ലോ കേരപ്പ. എന്തൊരു ചൂടാണല്ലേ. എല്ലാ ചന്ദ്രേട്ടാ, ചെക്കനെന്ന ജോലി? നിങ്ങൾ എന്നെ ചന്ദ്രാട്ടാന്നും വിളിക്കണ്ടപ്പാ, എനക്കത്ര വലിയ പ്രായമൊന്നുമില്ല. ഓ, എന്നാ നീ ചെക്കന് ജോലി? അത് ഞാൻ പറയാ, ഇവൻ വല്ല തേപ്പിന്റെ മേശരിയല്ലേ, 5-10 പണിക്കാറുണ്ട്. എന്നാ പറഞ്ഞേ? തേപ്പിന്റെ പണിയാ? ഓ, എന്റെ ഒരു തേപ്പിന്റെ പണിക്കാരനെ കിട്ടായിട്ടല്ലേ ഞാൻ നടക്കുന്നു. സെറ്റ്. ബാമോനെ എടീക്ക്, ഇതൊന്ന് തേക്കണം. ബാക്കിലൊരു തുമ്പുണ്ട്. ബിജൂട്ടാ, ഇതിനൊരു കൊട്ടത്താളം കൂടി ആക്കി കൊടുക്കണം. ചന്ദ്രേട്ടാ, എന്റെ മോൻ വരുമ്പോഴത്തേക്കും പണി തീർക്കണം. നിങ്ങൾ എന്നെ ചന്ദ്രാന്ന് വിളിച്ചാ മതി. ഇന്ന് നല്ല വൃത്തിക്കെടുക്കണം കേട്ടവനെ. ബിജൂട്ടാ, പറ്റുമെങ്കിൽ ഈ സൈഡും കൂടി ഒന്ന് കെട്ടി കൊടുക്കണം. എന്നാ അത് കെട്ടിക്കഴിഞ്ഞാകുമ്പോ അതിന്റെ മുകളിൽ ഒരു ഡിസൈനും കൂടി ആയി കൊടുക്കാം അല്ലേ ചന്ദ്രേട്ടാ? രസം ഉണ്ടാവും. എന്നാ നാളെ തന്നെ 2-3 ആളെയും കൂട്ടിട്ട് വന്നോ, പണി വേഗം തീർത്ത് തരണം. നിങ്ങൾ ഒന്നും കൊണ്ടും പോയിരിക്കണ്ട, എല്ലാം ബിജൂട്ടൻ ശരിയാക്കി തരൂ അല്ലേ ബിജൂട്ടാ? എന്നാൽ നിങ്ങളൊരു 10 ആൾക്ക് സിമെന്റും 1 ലോഡ് എംസാൻഡ് തുറക്ക്. നാളത്തെ വേണ്ടി പണി തുടങ്ങാം. നമുക്ക് പോവാം ചന്ദ്രേട്ടാ. മഴ പെയ്ത് തുടങ്ങിയടാ, വന്നാ നമുക്ക് പോവാ. സുശീല, നമ്മള് വരാം. ചന്ദ്രേട്ടാ, 2 ദിവസം കൊണ്ട് വരണേ, എന്റെ മോൻ വരുമ്പോഴത്തേക്ക് ഇടാണ്ടിയാന്ന് കേട്ടാ. ചന്ദ്രാട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളോട്? ചന്ദ്രേ അത് മതി. നടക്കടോ. എന്റെ ബിജൂട്ടാ, മയം പെയ്തു പോലടാ. ഓ, എന്ത് മലയും കയറിയിട്ടാടോ നമ്മള് വന്നൂട്ട്. ശബരിമല ബേക്കിൽ നിൽക്കണം. അല്ല ചന്ദ്രേട്ടാ, നമ്മൾ എന്തിനാ ഇവിടെ വന്നിനി? പെണ്ണ് കാണാനല്ലേ, അല്ലാണ്ട് വീടിന്റെ പണി നോക്കാനല്ലോ. ബിജൂട്ടാ, ഞാൻ അക്കാര്യം വിട്ടേ പോയി. നീ ഒരു കാര്യം ചെയ്യ്, നീ നടന്നോ, ഞാൻ വേഗം പോയിട്ട് ആട്ടം വരെ പോയിട്ട് വരാം. ഓ, ഇയാളെ ഒരു കാര്യം. എന്തൊരുമായി ആയത്. സുശീലേ, എന്നാ ചന്ദ്രേട്ടാ? എല്ലാ സുശീലേ, പെണ്ണും പടക്കൊയ്യലാട് കിട്ടും. നാളെ തന്നെ അവരോട് ഒന്ന് തേച്ച് തരാൻ പറ. എന്തായി പോയിട്ട് അല്ല പറഞ്ഞു ഓക്കെ ആക്കിനാ? ഇതൊരു നടക്ക് പോവില്ലാട്ടാ. ആന്നപ്പോ നീ ഒരു കാര്യം ചെയ്തോ, നാളെ തന്നെ 2 ഹിന്ദിക്കാരെയും കൂട്ടി വന്നിട്ട് ആ പണി അങ്ങ് തുടങ്ങിക്കോ. എന്നിട്ട് അപ്പോൾ തന്നെ വളച്ചങ്ങ് കെട്ടിക്കോ. നടന്ന് തന്നെ ചന്ദ്രേട്ടാ. എങ്ങനെ കഴിച്ചാലും വേണ്ടിയില്ല, അനക്കെന്റെ ബ്രോക്കർ ഫീസ് കിട്ടണം, അത് നിർബന്ധം.